തൃശൂർ നഗരം മയക്കത്തിൽ നിന്നുണർന്നുവരുന്നതേയുണ്ടായിരുന്നുള്ളൂ. കിഴക്കേ ഗോപുരനടയിലെ ഭീമാകാരമായ ആൽമരത്തിന്റെ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ പ്രഭാതസൂര്യന്റെ ആദ്യ കിരണങ്ങൾ അരിച്ചെത്തി വടക്കുന്നാഥന്റെ മണ്ണിൽ സ്പർശിച്ചത് ക്ഷേത്രത്തിന്റെ സ്വർണ്ണത്താഴികക്കുടത്തിലായിരുന്നു. പിന്നാലെ ശംഖുലിയും നട തുറക്കുമ്പോഴുള്ള മണിയൊച്ചയും നഗരത്തെ പള്ളിയുണർത്തി. പുലർകാലത്തെ തണുത്ത കാറ്റിൽ തലേരാത്രിയിലെ പൂരം വെടിക്കെട്ടിന്റെ നേർത്ത ഗന്ധവും അടുത്തുള്ള ഭാരത് ഹോട്ടലിൽ നിന്നുള്ള നെയ്റോൾട്ടിന്റെയും സാമ്പാറിന്റെയും കൊതിപ്പിക്കുന്ന മണവും ചായക്കടകളിൽ നിന്നുള്ള ഏലക്കയുടെയും കടുപ്പത്തിലടിച്ച കാപ്പിയുടെയും സമ്മിശ്രഗന്ധവും അപ്പോഴും തങ്ങി നിന്നിരുന്നു. സ്വരാജ് റൗണ്ടിലെ വീതിയേറിയ റോഡുകൾ രാത്രിയിലെ ഉറക്കച്ചടവ് വിട്ടുമാറാതെ അലസമായി നീങ്ങുന്ന KSRTC ബസ്സുകളെയും പാൽക്കാരന്റെ സൈക്കിളിനെയും പ്രഭാത സവാരിക്കാരെയും കൊണ്ട് പതിയെ സജീവമായി തുടങ്ങി. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഗതാഗതക്കുരുക്കുകൾക്കും മനുഷ്യരുടെ പരക്കംപാച്ചലുകൾക്കും മൗനസാക്ഷിയായി ശക്തൻ തമ്പുരാന്റെ വെങ്കലപ്രതിമ തലയുയർത്തി നിന്നു. ആ രാജകീയമായ നോട്ടം നഗരത്തിനപ്പുറം തന്റെ പ്രജകളുടെ സുഖദുഃഖങ്ങളിലേക്കും നീളുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. ഈ പാരമ്പര്യ കാഴ്ചകൾക്കെല്ലാം നടുവിൽ അവയെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നതുപോലെ പുതിയ കാലത്തിന്റെ പ്രൗഢിയും ഗർവും ഒരുപോലെ ആവാഹിച്ച് ആ 7 നില കെട്ടിടം നിലകൊണ്ടു. അന്നപൂർണ ഹെറിറ്റേജ്. അതൊരു ഹോട്ടൽ മാത്രമായിരുന്നില്ല, തൃശൂരിന്റെ ആകാശത്തേക്ക് ചൂണ്ടിയ ഒരധികാര ചിഹ്നമായിരുന്നു. അതിന്റെ മിനുക്കിയ കൂറ്റൻ ചില്ലുഭിത്തികളിൽ തട്ടി വടക്കുന്നാഥനും ശക്തന്റെ പ്രതിമയുമെല്ലാം രൂപം മാറി ഉടഞ്ഞു ചിതറി. അത് ശേഖരൻ മേനോൻ എന്ന മനുഷ്യന്റെ സാമ്രാജ്യമായിരുന്നു. സ്വന്തം നിയമങ്ങളും പ്രജകളുമുള്ള സാമ്രാജ്യം. ഏറ്റവും മുകളിലെ നിലയിലെ വിശാലമായ ശീതലീകരിച്ച മുറിയിലിരുന്ന് ശേഖരൻ മേനോൻ ആ സാമ്രാജ്യം ഭരിച്ചു. ആ മുറിയൊരു സിംഹാസനം പോലെയായിരുന്നു. മുന്നിലെ ഭിത്തി നിറയെ സ്ഥാപിച്ച 50ഓളം CCTV സ്ക്രീനുകളിൽ ഹോട്ടലിന്റെ ഓരോ സ്പന്ദനവും തത്സമയം തെളിഞ്ഞു. അടുക്കളയിൽ ആവി പറക്കുന്ന പാത്രങ്ങൾ, റിസപ്ഷനിലെ കൃത്രിമച്ചിരികൾ, ഇടനാഴികളിലൂടെ അതിവേഗം പായുന്ന ജീവനക്കാരുടെ പാദങ്ങൾ, പാർക്കിംഗ് ഏരിയയിലേക്ക് ഒഴുകിയെത്തുന്ന ആഡംബര കാറുകൾ എല്ലാം അയാളുടെ ഇരുണ്ട കണ്ണുകൾ ഒപ്പിയെടുത്തു. ഒരു ചലനം പിഴച്ചാൽ, ഒരു ഗ്ലാസ് നിലത്ത് വീണാൽ ഇന്റർകോം ശബ്ദിക്കും. ഹൗസ് കീപ്പിംഗ്, റൂം നമ്പർ 402-വിലെ അതിഥി പോയി 5 മിനിറ്റ് കഴിഞ്ഞു, എന്തുകൊണ്ട് ഇതുവരെ ക്ലീനിംഗ് തുടങ്ങിയില്ല? കനത്ത വികാരരഹിതമായ ശബ്ദം ആജ്ഞാപിക്കും. ജീവനക്കാർക്ക് അയാൾ ദൈവത്തെപ്പോലെയായിരുന്നു. കരുണയില്ലാത്ത, എപ്പോഴും എല്ലാം കാണുന്ന, തെറ്റുകൾക്ക് മാപ്പുകൊടുക്കാത്ത ദൈവം. അയാളുടെ ലോകം നോട്ടുകെട്ടുകളുടെ കനത്തിലും ബാങ്ക് ബാലൻസിന്റെ പൂജ്യങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നു. മനുഷ്യരെ അയാൾ അളന്നിരുന്നത് അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ പരിധിയനുസരിച്ചായിരുന്നു. ദയ, സ്നേഹം, വിശപ്പ്, ഈ വാക്കുകൾക്കൊന്നും അയാളുടെ കച്ചവട നിഘണ്ടുവിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അന്നപൂർണയുടെ അടുപ്പുകളിൽ നൂറുകണക്കിന് വിഭവങ്ങൾക്ക് തീയെരിയുമ്പോൾ പുറത്ത് ആരുടെയെങ്കിലും വയറ്റിൽ വിശപ്പിന്റെ തീയെരിയുന്നുണ്ടോ എന്ന് അയാൾ ചിന്തിച്ചിട്ടേയില്ല. കാരണം അയാളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ പണത്തിന് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് തൃശൂർ നഗരത്തിന്റെ നെറുകയിൽ സ്വർണ്ണ സ്പൂൺ കൊണ്ട് വിദേശ വിഭവങ്ങൾ രുചിക്കുന്ന ശേഖരൻ മേനോൻ ഒരിക്കൽ മണ്ണിൽ പുതഞ്ഞ പാദങ്ങളുമായി വിശപ്പിന്റെ കയ്പ് അനുഭവിച്ചറിഞ്ഞ ശേഖരനായിരുന്നു. തൃശൂരിലെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിലെ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ വീട്ടിലായിരുന്നു അവന്റെ ജനനം. അച്ഛന്റെ ഓർമ്മ പോലുമില്ല. അമ്മ പാറുക്കുട്ടിയമ്മ അടുത്തുള്ള തറവാടുകളിൽ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന്റെ പുകയടുപ്പിൽ ആ കുടുംബം വെന്തുനീറി. വിശപ്പ് എന്താണെന്ന് ശേഖരൻ അറിഞ്ഞത് പുസ്തകങ്ങളിലൂടെയല്ലായിരുന്നു, സ്വന്തം വയറ്റിലെ എരുതിയിലൂടെയായിരുന്നു. സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം പോയ ദിവസങ്ങൾ. കൂട്ടുകാർ കൊണ്ടുവരുന്ന വാഴയിലയിൽ പൊതിഞ്ഞ പൊതിച്ചോറിന്റെ മണം ആർത്തിയോടെ ശ്വസിക്കുമ്പോൾ കണ്ണു നിറയും. സ്കൂൾ വിട്ടുവരുമ്പോൾ പലപ്പോഴും അമ്മ വന്നിട്ടുണ്ടാവില്ല. വീട്ടിലെ മൺകലത്തിൽ എപ്പോഴും ശൂന്യത. അയൽവീട്ടുകളിലെ അടുക്കളയിൽ നിന്ന് ഉയരുന്ന കടുക് വറക്കുന്നതിന്റെയും മീൻ വറക്കുന്നതിന്റെയും മണം അവന്റെ കുഞ്ഞു വയറ്റിൽ ആസിഡ് പോലെ പടരും. അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിലുണ്ട്. അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവപ്പറമ്പായിരുന്നു വേദി. ദീപാലങ്കാരങ്ങളുടെ പ്രഭയിലും പഞ്ചവാദ്യത്തിന്റെ താളത്തിലും അവൻ മതിമറന്നു നിൽക്കുമ്പോഴാണ് ഒരു വലിയ വീട്ടിലെ കുട്ടി പകുതി കഴിച്ച ഒരു നെയ്യപ്പം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത്. അത് ചെന്നു വീണത് തെരുവുപട്ടികൾക്കടുത്തായിരുന്നു. ഒരു നിമിഷം അവൻ മടിച്ചു നിന്നു. പിന്നെ അടക്കാനാവാത്ത വിശപ്പ് അവനെ മുന്നോട്ട് തള്ളി. ആ എച്ചിൽ നെയ്യപ്പത്തിനു വേണ്ടി അവൻ പട്ടികളോട് മത്സരിച്ചു. ചുറ്റും നിന്ന ചിലരുടെ പരിഹാസച്ചിരി അവന്റെ കാതിൽ തുളച്ചുകയറി. അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. അപമാനവും വിശപ്പും അവന്റെ ഉറക്കം കെടുത്തി. ഒറ്റ ചിന്തയെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: പണം. എന്ത് വില കൊടുത്തും അത് നേടണം. വിശപ്പിനെ കൊല്ലാൻ കഴിവുള്ള ഒരേയൊരായുധം അതാണെന്ന് അവൻ ആ പ്രായത്തിൽ തിരിച്ചറിഞ്ഞു. പിന്നീടങ്ങോട്ട് ഒരുതരം ഭ്രാന്തമായ ഓട്ടമായിരുന്നു. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അവൻ നാടുവിട്ടു. പല ജോലികൾ ചെയ്തു, പലരെയും ചതിച്ചു.
പലരെയും തഴഞ്ഞു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പണം, അധികാരം. കാലം കഴിഞ്ഞപ്പോൾ ചെളിപുരണ്ട പാടങ്ങളുള്ള ആ പഴയ ശേഖരൻ ഓർമ്മകളിൽ എവിടെയോ മരിച്ചു. പകരം കോട്ടും സ്യൂട്ടുമിട്ട, ഇറക്കുമതി ചെയ്ത കാറിന്റെ കറുത്ത ഗ്ലാസ് താഴ്ത്തി പുറം ലോകത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ശേഖരൻ മേനോൻ ജനിച്ചു. അയാൾ തന്റെ ഭൂതകാലത്തെ വെറുത്തു, ദാരിദ്ര്യത്തെ വെറുത്തു. അതിലുപരി വിശക്കുന്ന ഓരോ മനുഷ്യനെയും അയാൾ വെറുത്തു. കാരണം അവർ അയാളുടെ അപമാനികരമായ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. വിനു ഷിഫ്റ്റിന് കയറിയപ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞിരുന്നു. യൂണിഫോം ഇസ്തിരിയിട്ട്, ഷൂസ് മിനുക്കി, മുഖത്തൊരു പരിശീലനം സിദ്ധമായ ചിരി വരുത്തി അവൻ റിസപ്ഷനിലെ കൗണ്ടറിന് പിന്നിൽ നിലയുറപ്പിച്ചു. അവന്റെ ചിന്ത മുഴുവൻ വീട്ടിലായിരുന്നു. അമ്മയ്ക്ക് ഈ ആഴ്ചത്തെ മരുന്ന് വാങ്ങണം, അനിയത്തിയുടെ കോളേജ് ഫീസ് കൊടുക്കണം. ഈ മാസത്തെ ശമ്പളം ഒന്നിനും തികയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അന്നപൂർണയിലെ ഓരോ ജീവനക്കാരനും ഇതുപോലെ ഓരോ കഥകളുണ്ടായിരുന്നു. അടച്ചു തീർക്കാൻ ബാധ്യതകളുള്ളവർ, ചികിത്സിക്കാൻ പ്രിയപ്പെട്ടവരുള്ളവർ, പഠിപ്പിക്കാൻ മക്കളുള്ളവർ. അവരെയെല്ലാം ഒരു ചരടിൽ കോർത്തിണച്ചത് ഒരേയൊരു കാര്യമാണ്: ശേഖരൻ മേനോനോടുള്ള ഭയം. അദ്ദേഹത്തിന്റെ കറുത്ത ബെൻസ് കാർ പോർച്ചിൽ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാൽ ഹോട്ടലിൽ ഒരുതരം ശമശാന മൂകത പടരും. CCTV ക്യാമറയുടെ ചുവന്ന വെളിച്ചം തങ്ങളെ എപ്പോഴും വീക്ഷിക്കുന്നുണ്ടെന്ന ബോധം അവരെ ശ്വാസം മുട്ടിച്ചു. വിനു ശേഖരൻ മേനോനോട് ഭയത്തോടൊപ്പം അടക്കിപ്പിടിച്ച ഒരൽപ്പം ആരാധനയുമുണ്ടായിരുന്നു. പൂജ്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു നിലയിലെത്തിയ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ കാരിരുമ്പിന്റെ തണുപ്പ് കാണുമ്പോൾ ആ ആരാധനയെല്ലാം ഭയത്തിന് വഴിമാറും. ഒരിക്കൽ ഹോട്ടലിൽ സ്ഥിരമായി വരുന്ന ഒരു അതിഥിയോട് കുശലം സംസാരിച്ചു നിന്നതിന് മേനോൻ അവനെ ക്യാബിനിൽ വിളിച്ചു വരുത്തി ശകാരിച്ചു. "മിസ്റ്റർ വിനു, ഇതൊരു സത്രമല്ല, ബിസിനസ് സ്ഥാപനമാണ്. ചിരിക്കാനും കഥ പറയാനും ഞാൻ ശമ്പളം വരുന്നില്ല. അതിഥികൾ ആസ്തികളാണ്, സുഹൃത്തുക്കളല്ല. അവരുമായി സംസാരിക്കേണ്ടത് ബാങ്ക് ഇടപാടുകളെക്കുറിച്ചാണ്, നിന്റെ വീട്ടുകാര്യങ്ങളല്ല. ജോലി ചെയ്തിട്ട് പോയാൽ മതി." ആ വാക്കുകൾ മൂർച്ചയേറിയ ഒരു കത്തി പോലെ അവന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി. എങ്കിലും സോറി സാർ എന്ന് പറഞ്ഞ് നിശബ്ദനായി തലകുനിച്ചു നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. കാരണം അവന്റെ കുടുംബത്തിന്റെ വിശപ്പ് ആ മുതലാളിയുടെ കയ്യിലായിരുന്നു. അന്നപൂർണ അന്നു രാത്രി ഒരു സ്വർഗം പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. നഗരത്തിലെ പ്രമുഖ വ്യവസായിയുടെ മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഓർക്കിഡ് പൂവങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, നൂറുകണക്കിന് വിഭവങ്ങൾ നിറഞ്ഞ ബുഫേ, രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും നിറഞ്ഞ സദസ്സ്. ആഡംബരത്തിന്റെ ധാരാളിത്തത്തിൽ അന്നപൂർണ വീർപ്പുമുട്ടി. അതിഥികൾ പ്ലേറ്റുകളിൽ ഭക്ഷണം വാരി നിറച്ചു, പകുതി പോലും കഴിക്കാതെ വേസ്റ്റ് ബിന്നുകളിൽ ഉപേക്ഷിച്ചു. ശേഖരൻ മേനോൻ തന്റെ സിംഹാസനത്തിൽ CCTV മുറിയിലിരുന്ന് എല്ലാം കാണുകയായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു റോമൻ ചക്രവർത്തിയുടെ വിജയഭാവമുണ്ടായിരുന്നു. താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ ശക്തി അയാൾ ആസ്വദിച്ചു. പണം ഒഴുകിവരുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. പെട്ടെന്നാണ് ഒരു സ്ക്രീനിൽ അയാളുടെ ശ്രദ്ധയുടക്കിയത്. ഹോട്ടലിന്റെ ഗേറ്റിന് സമീപം പാർട്ടിയിൽ നിന്നുള്ള പ്രകാശം അരിച്ചിറങ്ങുന്നിടത്ത് നിന്ന ഒരു യാചകനെ സെക്യൂരിറ്റി ആട്ടിപ്പായിക്കുന്നു. ചുണ്ടിലൊരു പുച്ഛച്ചിരിയോടെ അയാൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തു. ഈച്ചകളെയും പാറ്റകളെയും അപ്പോൾ തന്നെ ആട്ടിയോടിക്കണം, അയാൾ മനസ്സിൽ പറഞ്ഞു. അത്താഴവിരുന്ന് പുലരുവോളം നീണ്ടു. ബാക്കി വന്ന ഒരാളും പോലും തൊടാത്ത ടണ്ണുകണക്കിന് ഭക്ഷണം വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിറച്ച് ലോറികളിൽ കയറ്റി മാലിന്യ കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശേഖരൻ മേനോൻ അദ്ദേഹത്തിന്റെ മുറിയിൽ മുന്തിയ ഇനം സ്കോച്ച് നുണഞ്ഞ് അടുത്ത ദിവസത്തെ ലാഭത്തെക്കുറിച്ച് കണക്ക് കൂട്ടുകയായിരുന്നു. പുറത്ത് വിശക്കുന്നൊരു വയറിനെക്കുറിച്ച് അയാൾ ഓർത്തില്ല. കാരണം അയാളുടെ ലോകത്ത് വിശപ്പിന് സ്ഥാനമില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ചനേരം അന്നപൂർണയുടെ ചില്ലുവാതിലിനപ്പുറം ലോകം വെയിലിൽ വെന്തുരുകുകയായിരുന്നു. ആഡംബര കാറുകൾ ഒഴുകിയെത്തുന്ന പോർച്ചിലേക്ക് ആ കാഴ്ചയുമായി ഒരു തരത്തിലും ചേരാത്ത ഒരു രൂപം നടന്നുവന്നു. മുഷിഞ്ഞ എന്നാൽ വൃത്തിയുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ. കാലിൽ ചെരുപ്പില്ല, നരച്ച ദാടിയും മുടിയും ഉച്ചക്കാട്ടിൽ പാറിപ്പറക്കുന്നു. കണ്ണുകളിൽ ദിവസങ്ങളുടെ ക്ഷീണവും ദൈന്യവും നിഴലിച്ചു നിൽക്കുന്നു. എങ്കിലും ആ മുഖത്തൊരുതരം പ്രശാന്തതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം അന്നപൂർണയുടെ സ്വയം തുറക്കുന്ന ചില്ലുവാതിലിനടുത്തേക്ക് നടന്നു. അകത്തെ ശീതലീകരിച്ച ലോകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി ഒരു ഉരുക്കുമതിൽ പോലെ മുന്നിൽ നിന്നു. "എങ്ങോട്ടാ?" പുച്ഛം നിറഞ്ഞ പരുക്കൻ ചോദ്യം. "വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ?" അദ്ദേഹത്തിന്റെ ശബ്ദം നേർത്തതായിരുന്നു. പക്ഷേ അതിൽ യാചനയുടെ സ്വരമുണ്ടായിരുന്നില്ല, ഒരാവശ്യപ്പെടലായിരുന്നു. സെക്യൂരിറ്റി അദ്ദേഹത്തെ അടിമുടി നോക്കി. "ഈ കോലത്തിൽ ഇങ്ങോട്ട് വരാൻ മാത്രം ധൈര്യമോ?" അയാൾ വൃദ്ധനെ പിടിച്ചു തള്ളി. "ഇതൊന്നും നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല. പോ, അപ്പുറത്തെ വല്ല തട്ടുകടയിലും നോക്ക്, വഴിമുടക്കാതെ പോകാൻ നോക്ക്." അന്നപൂർണയുടെ തിളങ്ങുന്ന ഗ്രാനൈറ്റ് തറകളും വർണ്ണവിളക്കുകളും ക്രിസ്റ്റൽ അലങ്കാരങ്ങളും ആ വൃദ്ധന്റെ ദയനീയ രൂപവും തമ്മിലൊരു വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഒരിക്കലും ഒന്നിക്കാനാവാത്ത അകലം പോലെ വ്യക്തമായിരുന്നു.
റിസപ്ഷനിലെ കൗണ്ടറിൽ നിന്ന് നോക്കിയാൽ പുറത്തെല്ലാം കാണാമായിരുന്നു. ബഹളം കേട്ടാണ് വിനു പുറത്തേക്ക് ശ്രദ്ധിച്ചത്. സെക്യൂരിറ്റി ഒരു വൃദ്ധനുമായി തർക്കിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മാനേജർമെത്തി. കൃത്യമായി അതേ നിമിഷം എല്ലാ ദിവസത്തെയും പോലെ ശേഖരൻ മേനോന്റെ കറുത്ത ബെൻസ് കാർ പോർച്ചിൽ ഒരു മുരളോടെ വന്നുകയറി. അയാൾ കാറിൽ നിന്നിറങ്ങി കോട്ടിന്റെ ബട്ടൺ ശരിയാക്കി ഗൗരവത്തോടെ രംഗം വീക്ഷിച്ചു. എന്താ ഇവിടെ പ്രശ്നം? അധികാരത്തിന്റെ ഗർവുള്ള ആ ശബ്ദം അവിടെയാകെ മുഴങ്ങി. മാനേജർ ഓടിച്ചെന്ന് പറഞ്ഞു. ഒന്നുമില്ല സർ, ഒരു ഭിക്ഷാകനൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ തന്നെ പറഞ്ഞയക്കാം. മേനോൻ ആ വൃദ്ധനെ തുറിച്ചു നോക്കി. അയാളുടെ കണ്ണുകളിൽ വെറുപ്പും പുച്ഛവും ഒരുപോലെ നിറഞ്ഞു. എന്താണോ വേണ്ടത്? ഗോപാലകൃഷ്ണൻ ശാന്തമായി എന്നാൽ നേരെ നിന്ന് പറഞ്ഞു. വിശക്കുന്നു സാറേ. 2 ദിവസമായി കാര്യമായി ഒന്നും കഴിച്ചിട്ട് കയ്യിൽ കാശില്ല. ബാക്കി വന്ന എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു. ശേഖരൻ മേനോൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലുമില്ലായിരുന്നു. നിനക്ക് സൗജന്യമായി ഭക്ഷണം തരാനാണോ ഞാൻ കോടികൾ മുടക്കി ഈ ഹോട്ടൽ കെട്ടിപ്പൊക്കിയത്? ഇറങ്ങിപ്പോടോ എന്റെ കൺമുന്നിന്ന്. നിന്നെപ്പോലുള്ളവർ ഈ പടിക്കകത്ത് കയറിയാൽ എന്റെ ഹോട്ടലിന്റെ വില പോകും. മേനോൻ വിനുവിന് നേരെ തിരിഞ്ഞു. നീ എന്ത് നോക്കി നിൽക്കുക? അവനെ പിടിച്ചിറക്കി വിടാൻ നോക്ക്. വിനുവിന്റെ നെഞ്ചു പിടഞ്ഞു. ആ വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കാൻ അവന് ധൈര്യമുണ്ടായില്ല. ആ കണ്ണുകളിലെ ദൈന്യത അവനെ പൊള്ളിപ്പിച്ചു. ഇറങ്ങിപ്പോടോ. മേനോന്റെ അലർച്ച അന്നപൂർണയുടെ മാർബിൾ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. വിനു വിറയ്ക്കുന്ന കൈകളോടെ മനസ്സില്ല മനസ്സോടെ ആ വൃദ്ധന്റെ മെലിഞ്ഞ തോളിൽ പിടിച്ചു. ആ മെലിഞ്ഞ ശരീരത്തിലെ എല്ലുകൾ അവന്റെ വിരലുകളിൽ തടഞ്ഞു. അപ്പൂപ്പ, ദയവായി പോണം. പ്രശ്നമാക്കരുത്. അവന്റെ ശബ്ദമിടറി. ഗോപാലകൃഷ്ണൻ അവനെ ദയനീയമായി നോക്കി. പിന്നെ പതിയെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വിശക്കുന്നവന്റെ വയറ്റത്തടിക്കല്ലേ മോനെ. ദൈവം പൊറുക്കൂല്ല. ആ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ വിനുവിന്റെ ഹൃദയത്തിൽ തറച്ചു. അവൻ യാന്ത്രികമായി ആ വൃദ്ധനെ ഗേറ്റിന് പുറത്തേക്ക് നടത്തി. ഗേറ്റ് അടയുമ്പോൾ ഗോപാലകൃഷ്ണൻ അവസാനമായി ഒന്നുകൂടി അന്നപൂർണയെ തിരിഞ്ഞു നോക്കി. ആ നോട്ടം ഹോട്ടലിന്റെ പേരിന് മുകളിലായിരുന്നു. അന്നപൂർണ, അന്നം നൽകുന്ന ദേവി. പിന്നെ റോഡിനു കുറുകെയുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയെ നോക്കി ഒരു നിമിഷം നിന്നു. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരു പരാതി പോലെ, ഒരു പ്രാർത്ഥന പോലെ. ശേഷം ആൾക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം നടന്നു മറഞ്ഞു. വിനുവിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. മുതലാളിയുടെ അലർച്ചയേക്കാൾ ആ വൃദ്ധന്റെ ശാന്തമായ മൗനമാണ് അവനെ ആ നിമിഷം ഭയപ്പെടുത്തിയത്. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. തൃശൂർ നഗരം നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. എവിടെയും കൊടിതോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന മുഖങ്ങളുള്ള ഫ്ലെക്സുകളും നിറഞ്ഞു. പണക്കൊഴുപ്പിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങളുടെയും ഘോഷയാത്രകൾ. ഫലം വന്നപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഞെട്ടി. മുന്നണികളെയും പണച്ചാക്കുകളെയും ഒരുപോലെ മലർത്തിയടിച്ച് അഴിമതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ സാധാരണക്കാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് തൃശൂരിന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നഗരത്തിലെ പാവപ്പെട്ടവർ അത് തെരുവിലിറങ്ങി ആഘോഷിച്ചു. അതൊരു മാറ്റത്തിന്റെ തുടക്കമാണെന്നവർ വിശ്വസിച്ചു. പുതിയ ചെയർമാന് നഗരത്തിലെ പൗരസമിതി നൽകുന്ന സ്വീകരണ ചടങ്ങിന് വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നപൂർണ ഹെറിറ്റേജ് ആയിരുന്നു. ശേഖരൻ മേനോന് ഇതൊരു സുവർണ അവസരമായിരുന്നു. പുതിയ ഭരണാധികാരിയെ കയ്യിലെടുക്കാനും ഭാവിയിലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വഴി തുറക്കാനുമുള്ള അവസരം. അയാൾ ഒരുക്കങ്ങൾ അതിഗംഭീരമാക്കി. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ചോക്ലേറ്റുകൾ, കാശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂവ് ചേർത്ത വിഭവങ്ങൾ, ഏറ്റവും മുന്തിയ അലങ്കാരങ്ങൾ. രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും പ്രീതിപ്പെടുത്താൻ അയാൾ പണമൊഴുക്കി. ആ ദിവസം അയാൾ ഏറ്റവും വില കൂടിയ സ്യൂട്ടണിഞ്ഞ് മുഖത്തൊരു വലിയ ചിരിയുമായി അതിഥികളെ സ്വീകരിക്കാൻ ഹോട്ടലിന്റെ പടിവാതിൽക്കൽ തന്നെ കാത്തുനിന്നു. സമയം വൈകുന്നേരം 6 മണി. ചെയർമാന്റെ ഔദ്യോഗിക വാഹനം അന്നപൂർണയുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ക്യാമറകൾ മിന്നിത്തുടങ്ങി. ശേഖരൻ മേനോൻ വലിയൊരു ഏലക്കാമാലയുമായി കാറിനടുത്തേക്ക് നീങ്ങി. കാറിന്റെ വാതിൽ തുറന്നു. ആദ്യം പുറത്തേക്കിറങ്ങിയത് തൂവെള്ള ഖദൽ വസ്ത്രം ധരിച്ച കാലുകളായിരുന്നു. പിന്നെ ആ രൂപം പൂർണ്ണമായി പുറത്തിറങ്ങി. ഒരു നിമിഷം ശേഖരൻ മേനോന്റെ ലോകം നിശ്ചലമായി. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിലച്ചു. കയ്യിലിരുന്ന ഏലക്കാമാല താഴെ വീണു. മുന്നിൽ നിൽക്കുന്ന ചെയർമാൻ ഗോപാലകൃഷ്ണൻ. അന്ന് വിശന്നു വലഞ്ഞ് തന്റെ ഹോട്ടലിന്റെ പടിവാതിൽക്കൽ വന്ന് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാചിച്ച അതേ വൃദ്ധൻ. അതേ ശാന്തമായ മുഖം, അതേ കണ്ണുകൾ. പക്ഷെ ഇന്ന് ആ കണ്ണുകളിൽ ദൈന്യതയല്ല, അധികാരത്തിന്റെ പ്രഭയുണ്ട്. മേനോന്റെ നെറ്റി വിയർത്തു. കാലുകൾ വിറച്ചു. തൊണ്ട വരണ്ടു. കാലം കണക്ക് തീർക്കാൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നയാൾക്ക് തോന്നി. പ്രാസംഗികർ പലതും സംസാരിച്ചു. അടുവിൽ ചെയർമാൻ ഗോപാലകൃഷ്ണൻ മൈക്കിനരികിലേക്ക് വന്നു. അദ്ദേഹം നഗരവികസനത്തെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് നിശബ്ദനായി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വികാരഭരിതമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു,
സുഹൃത്തുക്കളെ, ഈ പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് ഈ നഗരം എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. വിശപ്പിന്റെ പാഠം. കുറച്ചുനാൾ മുമ്പ് ഈ നഗരത്തിൽ ഞാൻ വിശന്നു വലഞ്ഞ വലിയൊരു സ്ഥാപനത്തിന്റെ മുന്നിലായിരുന്നു. അന്ന് പണത്തിന്റെ അഹങ്കാരത്തിൽ ഒരാൾ എന്നെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി. വിശപ്പിന് മുന്നിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലെന്നന്ന് ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ ഈ പദവിയിൽ ഇരുന്ന് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ: ഈ നഗരസഭയുടെ അധികാരപരിധിയിൽ ഇനി ഒരാളും വിശന്നിരിക്കരുത്. വിശക്കുന്നവന് അന്നം നൽകുന്നതിനേക്കാൾ വലിയ വികസനം മറ്റൊന്നില്ല. അദ്ദേഹം ശേഖരൻ മേനോനെ നോക്കിയില്ല. പക്ഷേ സദസ്സിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ക്യാമറകളെല്ലാം ഒരുമിച്ച് ശേഖരൻ മേനോന്റെ വിളറിവെളുത്ത മുഖത്തേക്ക് തിരിഞ്ഞു. ഫ്ലാഷുകൾ മിന്നുമ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുപോയതായി അയാൾ തിരിച്ചറിഞ്ഞു. ആഡംബരത്തിന്റെ ആ വെളിച്ചത്തിൽ അയാൾ അപമാനിതനായി ചുട്ടുനെരിഞ്ഞു. പിറ്റേന്നത്തെ പത്രങ്ങളിൽ വാർത്ത വന്നു: വിശപ്പിനെ വിലക്കിയ അന്നപൂർണ. ചെയർമാന്റെ വെളിപ്പെടുത്തലിൽ നഗരം ഞെട്ടി. ചാനലുകളിൽ ചർച്ചകൾ നടന്നു. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ നിറഞ്ഞു. ഹോട്ടലിന്റെ മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഗേറ്റിൽ കരിയോയിൽ ഒഴിച്ചു. അന്നപൂർണ ഒറ്റപ്പെട്ടു. സ്ഥിരം കസ്റ്റമേഴ്സ് വരാതായി. ദിവസങ്ങൾക്കുള്ളിൽ ശേഖരൻ മേനോന്റെ തന്റെ സാമ്രാജ്യത്തിന്റെ വാതിലുകൾക്ക് എന്നേക്കുമായി താഴുവീഴ്ത്തേണ്ടി വന്നു. പണവും സ്വാധീനവും ഉണ്ടായിട്ടും അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു നേരത്തെ അന്നം നിഷേധിച്ചതിന് കാലം കൊടുത്ത ശിക്ഷയായിരുന്നു അത്. അടച്ചിട്ട അന്നപൂർണയുടെ പൊടിപിടിച്ച CCTV മുറിയിൽ ശേഖരൻ മേനോൻ തനിച്ചിരുന്നു. മുന്നിലെ സ്ക്രീനുകൾ ഇരുണ്ടതായിരുന്നു. അവയൊരിക്കൽ അയാളുടെ അധികാരത്തിന്റെ കണ്ണുകളായിരുന്നു. ഇന്നവ അയാളുടെ പരാജയത്തിന്റെ കണ്ണാടികളായി മാറി. പൊടിപിടിച്ച ആ മുറിയിൽ, അയാളുടെ സാമ്രാജ്യത്തിന്റെ ശവകുടീരത്തിൽ, അയാൾ ഏകനായി. പഴയ ഓർമ്മകൾ അയാളെ വേട്ടയാടി. താൻ ആട്ടിയോടിച്ച വിശന്ന മുഖങ്ങൾ, താൻ പുച്ഛിച്ചു തള്ളിയ മനുഷ്യർ, എല്ലാവരും ആ ഇരുട്ടിൽ അയാളെ തുറിച്ചു നോക്കുന്നതായി തോന്നി. അഹങ്കാരത്തിന്റെ ഗോപുരം തകർന്നടിഞ്ഞപ്പോൾ അയാൾ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി. ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് പൊത്തിനെ ദൈന്യതയെക്കുറിച്ച് ഓർത്ത് കരച്ചിൽ വന്നു. അത് നഷ്ടപ്പെട്ട പണത്തിനു വേണ്ടിയായിരുന്നില്ല, നഷ്ടപ്പെട്ട മനുഷ്യത്വത്തിനു വേണ്ടിയായിരുന്നു. ഒരു ദിവസം അയാൾ തന്റെ വിലകൂടിയ കാറുമെടുത്ത് യാത്ര തിരിച്ചു. ലക്ഷ്യമില്ലാത്ത യാത്ര. ഒടുവിൽ ആ യാത്ര ചെന്നെത്തിയത് താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്കായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അയാൾ ആ മണ്ണിൽ ചവിട്ടി. ചെളിമിടുന്ന വഴികളിലൂടെ നടന്നു. ജീർണിച്ചു വീഴാറായ തന്റെ പഴയ വീടിന്റെ തറയിൽ അയാളിരുന്നു. വിശന്നു കരഞ്ഞൊരു കുട്ടിയുടെ ഓർമ്മ അയാളുടെ മനസ്സിലേക്ക് വന്നു. അമ്മ ആച്ചലിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കഞ്ഞിവെള്ളത്തിന്റെ രുചി നാവിൽ കിനിഞ്ഞു. തന്നെ സഹായിച്ച പഴയ മനുഷ്യരെ അയാൾ ഓർത്തു. വിശപ്പിന്റെ വിലയും അന്നത്തിന്റെ മഹത്വവും അയാൾ ആ നിമിഷങ്ങളിൽ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ല, ദാരിദ്ര്യത്തെ മറന്നതാണ് എന്നയാൾക്ക് മനസ്സിലായി. മാസങ്ങൾക്ക് ശേഷം തൃശൂർ നഗരം ഒരു പുതിയ കാഴ്ച കണ്ടു. അന്നപൂർണ ഹെറിറ്റേജിന്റെ പ്രൗഢമായ ബോർഡിനു പകരം ലളിതമായൊരു ബോർഡ് ആ സ്ഥാനത്ത് തൂങ്ങിക്കിടന്നിരുന്നു: അന്നപൂർണ ഭവനം. അതിന് താഴെയായി ഇങ്ങനെ എഴുതിയിരുന്നു: ഇവിടെ വിശക്കുന്നവർക്ക് ഭക്ഷണം സൗജന്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ലാഭം. ഹോട്ടലിന്റെ രൂപം തന്നെ മാറിയിരുന്നു. ആഡംബരം നിറഞ്ഞ ക്രിസ്റ്റൽ വിളക്കുകൾക്ക് പകരം സാധാരണ വെളിച്ചം നൽകുന്ന വിളക്കുകൾ. വില കൂടിയ പരവതാനികൾക്ക് പകരം വൃത്തിയുള്ള തറ. അകത്ത് കോട്ടും സ്യൂട്ടുമില്ലാതെ ഒരു സാധാരണ മുണ്ടും ഷർട്ടും അണിഞ്ഞ് ശേഖരൻ മേനോൻ ആളുകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് പഴയ ഗർവിന്റെ നിഴലാട്ടം പോലുമില്ലായിരുന്നു. പകരം ശാന്തമായൊരു ഭാവം തങ്ങിനിന്നു. വിനുവും മറ്റു പഴയ ജീവനക്കാരും പൂർണ്ണ മനസ്സോടെ അയാളെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു. ആദ്യം അവർക്കും അത്ഭുതമായിരുന്നു. പക്ഷേ മുതലാളിയുടെ മാറ്റം ആത്മാർത്ഥമാണെന്നവർ തിരിച്ചറിഞ്ഞു. വിശന്നുവരുന്ന ഓരോരുത്തർക്കും അയാൾ നിറമനസ്സോടെ ഭക്ഷണം വിളമ്പി. സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടുള്ള കഞ്ഞിയും പയറും അച്ചാറും വിളമ്പിയപ്പോൾ, കഴിക്കുന്നവരുടെ മുഖത്തെ സംതൃപ്തി കാണുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായി എന്തോ നേടിയതായി തോന്നി. കോടികളുടെ കച്ചവടം ഉറപ്പിക്കുമ്പോൾ കിട്ടാത്തൊരാത്മസംതൃപ്തി ആ നിറഞ്ഞ വയറുകൾ കണ്ടപ്പോൾ അയാൾ അറിഞ്ഞു. അന്നപൂർണ ഭവനത്തിലെ ഒരു സാധാരണ ഉച്ചനേരം. പാവപ്പെട്ടവരും തൊഴിലാളികളും വയറുനിറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. മേശകൾക്കിടയിലൂടെ നടന്ന എല്ലാവർക്കും വേണ്ടത് നൽകുകയായിരുന്നു ശേഖരൻ മേനോൻ. അപ്പോഴാണ് യാതൊരു ആഡംബരങ്ങളുമില്ലാതെ ഒരു സാധാരണക്കാരനായി ചെയർമാൻ ഗോപാലകൃഷ്ണൻ അവിടേക്ക് കടന്നുവന്നത്. അദ്ദേഹം വരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം നടന്ന ശേഖരൻ മേനോന്റെ അരികിലെത്തി. ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന മേനോൻ പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെന്നു. പഴയ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ താണു. ഗോപാലകൃഷ്ണൻ സ്നേഹത്തോടെ ചിരിച്ചു. എനിക്കും വിശക്കുന്നുണ്ട് മേനോനെ. അവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് രണ്ടു വശത്തും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചുറ്റും സാധാരണക്കാരായ മനുഷ്യരുടെ സംസാരങ്ങൾ. ഒരുപാട് സംസാരിച്ചില്ല. അവരുടെ മൗനത്തിനു വാക്കുകളേക്കാൾ വാചാലതയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ മേനോന്റെ തോളിൽ തട്ടി. അന്നപൂർണ അതിന്റെ പേര് അന്വർത്ഥമാക്കിയതിപ്പോഴാണ്. വിശക്കുന്നവന് അന്നം നൽകുമ്പോൾ നമ്മുടെ മനസ്സും നിറയും. മനസ്സ് നിറഞ്ഞല്ലോ അല്ലേ? അദ്ദേഹം നടന്നകലുന്നത് നോക്കി നിൽക്കെ ശേഖരൻ മേനോന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് അഹങ്കാരത്തിന്റെയോ അപമാനത്തിന്റെയോ കണ്ണുമീരായിരുന്നില്ല, മറിച്ച്
പശ്ചാത്താപത്തിന്റെയും സംതൃപ്തിയുടെയും നനവായിരുന്നു. പണത്തേക്കാൾ വലിയ പാഠം, വിശക്കുന്നവന്റെ വയററിയുന്ന പാഠം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരുന്നു. അന്നപൂർണയിൽ ഇപ്പോൾ അന്നം വിളമ്പുന്നത് വയറുകൾക്ക് മാത്രമല്ല, മനസ്സുകൾക്ക് കൂടിയായിരുന്നു.